രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയപ്പോൾ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടത് വി ശിവൻകുട്ടിയെ മന്ത്രിയാക്കിയതിലായിരുന്നു. അതും വിദ്യാഭ്യാസ മന്ത്രി. ചില്ലറ അതിശയപമൊന്നുമായിരുന്നില്ല അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതാക്കളും ശിവൻകുട്ടിയെ മന്ത്രിസ്ഥാനത്ത് അവരോധിച്ചതിന്റെ പേരിൽ കേട്ടിട്ടുണ്ടാവുക. എന്നാൽ വിമർശിച്ചവരുടെ വരെ വായടപ്പിച്ചുകൊണ്ട് സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളായിരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ ശിവൻകുട്ടി നടപ്പാക്കിയത്. 4-5 ഡിഗ്രി ഉള്ള പലരും കാട്ടുന്നതിനേക്കാൾ മികച്ച രീതിയിൽ സ്വന്തം വകുപ്പിനെ മുന്നോട്ട് നയിക്കുവാൻ ശിവൻകുട്ടിക്ക് കഴിഞ്ഞു. സ്വന്തം വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല, തന്റെ രാഷ്ട്രീയ വിചാരധാരകളിലും കൃത്യതയാർന്ന നിലപാടുകളുമായി മുന്നോട്ട് കുതിക്കുന്ന നേതാവ് കൂടിയാണ് വി ശിവൻകുട്ടി. ഇംഗ്ലീഷിൽ മാത്രം നന്നായി സംസാരിക്കാൻ അറിയുന്ന വിശ്വപൗരനൊക്കെ സ്വന്തം നിലപാട് പണയം വെച്ച് അധികാര സ്ഥാനങ്ങളിലേക്ക് ലക്ഷ്യം വെക്കുമ്പോൾ ശിവൻകുട്ടിയെ പോലെയുള്ളവർ രാഷ്ട്രീയ ഭൂമികയ്ക്ക് തന്നെ അഭിമാനമാണ്. എല്ലാ കാലത്തും മറ്റു സംസ്ഥാനങ്ങളെക്കാൾ പുരോഗതി ആർജിക്കുന്ന മേഖലയാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസം. ആ പൊതുവിദ്യാഭ്യാസ മേഖലയെ മുൻപെങ്കും ഇല്ലാത്ത നിലയിൽ കൂടുതൽ മികവിലേക്ക് എത്തിച്ചത് ശിവൻകുട്ടിയുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഒട്ടേറെ വിവാദങ്ങൾക്ക് കൂടി സാക്ഷ്യം വഹിച്ച കാലമായിരുന്നു വി ശിവൻകുട്ടിയുടെ ഇപ്പോഴത്തെ കാലയളവ്. മത സാമുദായിക സംഘടനകളെ പോലും വിറപ്പിച്ച് സ്വന്തം നിലപാടുകളുമായി അദ്ദേഹത്തിന് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ നിലയിൽ മുൻപൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ എന്തെങ്കിലും നല്ല മാറ്റം കൊണ്ടുവരുമ്പോൾ മത സാമുദായിക സംഘടനകൾ എതിർപ്പുമായി രംഗത്ത് വരാറുണ്ട്. സ്വാഭാവികമായും മത സാമുദായിക സംഘടനകളുടെ എതിർപ്പുകൾക്ക് മുൻപിൽ ഭരണകക്ഷികൾ അടിയറവ് പറയുമായിരുന്നു. പരീക്ഷാ ടൈം ടേബിൾ മുതൽ ഏറെ നിർണായകമായ തീരുമാനങ്ങളിൽ വരെ മത സാമുദായിക സംഘടനകൾ പലപ്പോഴും കൈകടത്തിയിട്ടുണ്ട്. എന്നാൽ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായതിനു ശേഷം അത്തരത്തിലുള്ള യാതൊരു കൈകടത്തലുകൾക്കും അവസരം കിട്ടിയില്ലെന്നതാണ് വിദ്യാഭ്യാസ മേഖലയെ ഏറെ മികവിലേക്ക് എത്തിച്ചത്. ഗുണമേന്മ, സമഗ്ര വികസനം എന്നിവയിൽ ഊന്നൽ നൽകിയ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ മോഡൽ രാജ്യത്തിന് മാതൃകയാണിപ്പോൾ. എല്ലാ കുട്ടികൾക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു. ഇതിലൂടെ വിദ്യാഭ്യാസ വിടവ് നികത്താനും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ ശാക്തീകരിക്കാനും സഹായിച്ചു. സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മാതൃക ഒരു പ്രചോദനവും മുൻകരുതൽ സമീപനം കൊണ്ട് എന്തും നേടാനാകുമെന്നതിന്റെ തെളിവുമാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. മികച്ച വിദ്യാഭ്യാസം ഏതൊരു പൗരന്റെയും അവകാശമാണ്. അത് നല്ല നിലയിൽ നൽകാൻ സാധിക്കുക എന്നതാണ് നാടിന്റെ വികസനം ഉറപ്പുവരുത്താൻ പ്രതിജ്ഞാബദ്ധരായ എല്ലാവരുടെയും കടമ. നമ്മുടെ സംസ്ഥാനം ഇക്കാര്യത്തിൽ മാതൃകാപരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. സ്കൂളുകളെല്ലാം ഹൈടെക് ആയി മാറി. വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെ ഭാവിയെ മാത്രമല്ല രൂപപ്പെടുത്തുന്നത്, അത് ഒരു സമൂഹത്തിന് തന്നെ ആത്മാവാണ്. ഈ അടിസ്ഥാന വിശ്വാസത്തോടെയാണ് സർക്കാർ വിദ്യാഭ്യാസ രംഗത്ത് ദീർഘദർശിയായ നിക്ഷേപങ്ങൾ നടത്തിയത്. പുതുക്കിയ പാഠ്യപദ്ധതിയിലൂടെ കുട്ടികൾക്ക് ആഗോള പ്രസക്തിയുള്ള വിഷയങ്ങളും ജീവിത പരിചയങ്ങളുമായുള്ള പഠനാനുഭവങ്ങളും ലഭ്യമായി. സാങ്കേതിക വിദ്യ, പരിസ്ഥിതി ബോധം, വിമർശനാത്മക ചിന്ത തുടങ്ങിയ എല്ലാത്തിലും കുട്ടികൾക്ക് പുരോഗതി കൈവരിക്കാൻ കഴിയുന്ന രീതിയിലാണ് പാഠ്യപദ്ധതിയുടെ പുതുക്കൽ നടപ്പാക്കിയത്. അധ്യാപകരെ തെരഞ്ഞെടുക്കുമ്പോൾ കർശനമായ മാനദണ്ഡങ്ങളും സുതാര്യതയും പിന്തുടർന്നതിനാൽ മികച്ച അധ്യാപകരാണ് സ്കൂളിലെത്തിയത്. UDF സർക്കാർ 2011-2016 കാലയളവിൽ തകർത്ത പൊതുവിദ്യാഭ്യാസ രംഗത്തെ കൈപിടിച്ചുയർത്താനും നിലനിർത്താനും വേണ്ടി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിക്കുകയും സമൂഹത്തിന്റെ പിൻബലത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത് 2016 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്.